ആൾക്ക് അവിടുത്തെ ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് ഭക്ഷണം 3 നേരം ശശി തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ചേച്ചിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടോ അവിടുത്തെ കാര്യങ്ങള്? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾ വേണമെന്നേ ഉള്ളൂ. അവക്കായിട്ട് വലിയ പണിയൊന്നുമില്ല അവിടെ. ആ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും രാത്രി യാത്ര ഒഴിവാക്കാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പകൽ വിളിച്ച് തോന്നുന്നത് എന്താ പ്രശ്നം? അല്ല, പെട്ടെന്നുള്ള വെക്കേറ്റിംഗ് ആയതുകൊണ്ട് അഡ്വാൻസ് തിരിച്ചു തരാൻ ഓണർക്ക് കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് മൊത്തം കാശ് കിട്ടിയോ? കിട്ടി, പക്ഷേ ഷിഫ്റ്റിങ്ങുള്ള വണ്ടി വിളിച്ചപ്പോഴേക്കും അത് മൊത്തം തീർന്നു. വെള്ളം വെച്ചാൽ ഇത്രയും കാലം മുടങ്ങി നിന്റെ ശമ്പളം കിട്ടിയോ? നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നോക്കണ്ട, കിട്ടില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയണതല്ലേ. ഒരു നല്ല പടം പോലും കിട്ടാല്ലേ ശശിയേട്ടാ? വേറെ തിയേറ്ററിൽ നോക്കിയായിരുന്നു? നോക്കി, പക്ഷെ ഒന്നാട് ശരിയാവണില്ല. പിന്നെ തൈക്കാട് സ്കൂളിലൊരു പ്യൂൺ വേക്കൻസി വരുന്നുണ്ട് 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് NSS വഴി ഒന്ന് പുഷ് ചെയ്താൽ ശരിയാവുമെന്ന് വിചാരിക്കണോ? ആ, നല്ലതായിരിക്കും അല്ലേ? ഓ, സ്ഥിരമല്ലേ? സ്ഥിര. ഞാനൊന്ന് NSS വഴി പുഷ് ചെയ്യാം. ആ, അപ്പോൾ നീ ഇരിക്കും. ആ, ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. ഓ, എന്നിട്ട് കഴിക്കാം. എടാ, നീ തോർത്തുകൊണ്ടെടുത്ത് വെച്ചേ. ആ, എണ്ണ കുപ്പിയോടാ വച്ചത് കാണും. അവിടെ കാണും നോക്ക്. ആ, ആ ഗോപന്റെ കാര്യം എത്രയും വേഗം ശരിയാക്കണം. അമ്മേ, ഞാനത് നോക്കുന്നുണ്ട്. അല്ല, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിലെല്ലാവരും കൂടിയിരിക്കണേന്ന് തൽക്കാലം നമുക്ക് കുറച്ച് ദിവസം പറഞ്ഞു നിൽക്കാം. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭേദമായി വീട്ടിലെത്തില്ലേ? അപ്പൊ പിന്നെയും ഗോപനെ ഇവിടെ കണ്ട ജോലി പോയി ഭാര്യ വീട്ടിൽ താമസമാണെന്ന് നാട്ടുകാരെല്ലാം മണത്തറിയും. പിള്ളേരായില്ലേ എന്നുള്ള ചോദ്യത്തിന് പുറമെ ജോലിയായില്ലേ എന്നുള്ള ചോദ്യവും കൂടെ വരും. നാണക്കേട് നമുക്കും കൂടാ. ഇതൊക്കെ ആലോചിച്ചുള്ള വേവലാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ മേഡം? അച്ഛനും പ്രതി അങ്ങനെയൊക്കെ പറയണോ? 19 കൊല്ലമായിട്ട് അദ്ദേഹത്തിനോട് താമസിക്കല്ലേ. ആ മനസ്സ് നന്നായി വായിക്കാൻ അറിയാം.